പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡബിൾ ഹോൾസിൻ്റെ വീറ്റ് ബ്രോക്കൺ ഫൈനാണ്. അതേ ബ്രാൻഡ് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 150 ഗ്രാമാണ് ഞാൻ പെട്ടിരിക്കുന്നത്. ഞാൻ ചെറിയൊരു അളവാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു 5 മിനിറ്റ് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ഒരു കട്ടിയുള്ള പാത്രം സ്റ്റവിൽ വെച്ച് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അത് ഈ ഒരു കളറാകുമ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ലൂസാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാലൊഴിക്കുക. ആ പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചല്ലോ അതൊന്ന് ഊറ്റിയെടുത്ത് അത് വെള്ളം കളഞ്ഞിട്ട് നമ്മളത് ഈ തിളച്ച പാലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. പിന്നെ അതൊന്ന് നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ചും കൂടി പഞ്ചസാര മധുരം നോക്കിയിട്ട് കേട്ടോ. മിൽക്ക് മെയ്ഡ് നമ്മൾ ആദ്യം കാരമലൈസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മധുരം നോക്കിയിട്ട് വേണം നമ്മൾ പിന്നെ പഞ്ചസാര ഇടാൻ. പിന്നെ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഇത് നന്നായി ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ഈ ഗ്യാസ് ഓഫാക്കണം. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഗുഡ് ലൈഫിൻ്റെ 1/2 ലിറ്റർ പാലാണ് ഇനി ഒഴിക്കുന്നത്. അത് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് ചെയ്യേണ്ടത്. അത് 1/2 ലിറ്റർ ഒഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ ഗോതമ്പ് നുറുക്ക് പായസം ഓണത്തിന് നമുക്ക് ഇതൊന്ന് തയ്യാറാക്കി നോക്കാം. നമ്മൾ ഗോതമ്പ് നുറുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു.